മണി പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇലയുടെ ഉണ്ടല്ലോ, അതാണ്. വാഴയിലേക്ക് ഇവിടെ നിന്നത് ഫുള്ള് കാറ്റൊക്കെ വന്നിട്ട് അത് നന്നായിട്ട് കീറിപ്പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് നാളായിട്ടോ ഈ ഇലയുടെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്. അപ്പം നല്ല ഒരു തളിരില കേട്ടോ, ഇതിപ്പം അങ്ങോട്ട് ആയി വിരിഞ്ഞു വരുന്നതേ ഉള്ളായിരുന്നു. ഞാനത് പറിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കട്ടിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ ഗോതമ്പ് മാവാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നല്ലതായിട്ട് ലൂസാക്കി ഉപ്പൊക്കെ ആക്കിയിട്ട് നമ്മുടെ ദോശമാവിൻ്റെ പരുവമുണ്ടല്ലോ, അതേമാതിരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. പക്ഷേ ഈ ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിങ്ങനെ ആക്കുന്നതിന് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അരിമാവാണ് കേട്ടോ, അരിപ്പൊടിയാണ്. ഇത് ഞാൻ ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അത് നന്നായിട്ട് നമ്മുടെ ഇലയിലോട്ട് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ശർക്കരയും പിന്നെ തേങ്ങയോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഫില്ലിങ്സിനുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അവിലോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, പഴം അങ്ങനെയുള്ള എല്ലാം ഇടാം. ഞാൻ ഈ 2 ഐറ്റംസേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി ഞാൻ ഇത് സ്റ്റീമാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ലൂസായതുകൊണ്ട് ഇത് ഇലയൊക്കെ നന്നായിട്ട് തുറന്ന് വരുമായിരുന്നു. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ ആവി കയറ്റി റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ശർക്കര നന്നായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു കളറും. പിന്നെ ഗോതമ്പ് മാവിൻ്റെ ആ ഒരു കളറാണ് കേട്ടോ. പിന്നെ ഭയങ്കര സോഫ്റ്റ് ആയിപ്പോയി കേട്ടോ. പക്ഷെ ഇത്രയും സോഫ്റ്റ് ആവരുത്. അരിയിലാണെങ്കിൽ അരിപ്പൊടി ഉണ്ടല്ലോ, അപ്പോൾ ആ അരിപ്പൊടിയിലാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് വരും. അപ്പോൾ അരിപ്പൊടിയിൽ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റിൽ ഞാൻ നന്നായിട്ട് കഴിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കും കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ച് ഇലയുടെയും കൂടെ കഴിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ദോശമാവിൻ്റെ ആ ഒരു രീതിക്ക് കോരി ഒഴിച്ച് പരത്തിയിട്ട് ഫില്ലിങ്സ് ഒക്കെ റെഡിയാക്കിയതല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ. എനിക്കിത് അരിപ്പൊടിയിൽ ട്രൈ ചെയ്യണം, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ഓൾറെഡി ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അരിപ്പൊടിയിലാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതും കൂടി ട്രൈ ചെയ്യണം. പിന്നെ മോനും വന്ന് അവനും കഴിക്കാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാകാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.